സുധാകരൻ പുറത്തേക്ക്. അല്ല, അനൂപ് അദ്ദേഹം നിശബ്ദനായിരിക്കാനാണ് പറയുന്നത്. അദ്ദേഹം സംസാരിക്കും. പറഞ്ഞോളൂ സുധാകരേട്ട, എന്താണ് അടുത്ത നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും, പ്രവർത്തിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗമായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാനെവിടെയാ കൊണ്ട് പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിയിലകത്ത് നിഷേധിച്ചില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുധാകരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതില്ല, അങ്ങനെയൊന്നില്ല. ഇല്ല, മത്സരിക്കില്ല, സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാവരും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാവരും എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരെ ഉണ്ടാക്കാനൊന്നുമല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. കെ സുധാകരൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പാർട്ടിക്ക് വിധേയനാണ് താൻ, പാർട്ടി എത്രയോ വലുത്, താൻ ചെറുതാണ് എന്ന ഏറ്റവും പക്വമായ സമീപനം ഏറ്റവും വൈകിയ വേളയിൽ സുധാകരൻ എടുത്തിരിക്കുന്നു. പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കാൻ നിൽക്കുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഒരു വെല്ലുവിളിക്കില്ല, സ്വതന്ത്രനാകാനില്ല. എന്ത് സ്വതന്ത്രനാകാൻ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചത്. പാർട്ടിക്ക് വഴങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു, ഹൈക്കമാൻഡ് വഴങ്ങിയിരിക്കുന്നു. കെ സുധാകരൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം സുധാകരൻ നടത്തിക്കൊണ്ടത് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി ഇപ്പോൾ പ്രവർത്തക സമിതി അംഗത്വം എന്ന നിലയിൽ തന്നെ തുടർന്നുകൊണ്ട് കണ്ണൂരിലെത്തി. കണ്ണൂരിൽ ടിഒ മോഹന് വേണ്ടി പ്രവർത്തിക്കാൻ സുധാകരൻ നീങ്ങുന്നു എന്നുള്ളതാണ്. സ്വതന്ത്രനായി മത്സരിക്കാനില്ല, പാർട്ടിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് തനിക്കൊരു അസ്തിത്വമില്ല എന്ന തിരിച്ചറിവ് കെ സുധാകരനുണ്ട്. പാർട്ടിയാണ് തന്നെ വലുതാക്കിയത്, പാർട്ടിക്ക് വേണ്ടിയാണ് താൻ ചോരയും നീരും ഒഴുക്കിയത്, താൻ പാർട്ടിക്കൊപ്പം ഉണ്ടാകും, അതാണ് ഏറ്റവും നല്ല കോൺഗ്രസുകാരൻ എന്ന തീരുമാനം കെ സുധാകരൻ എടുത്തുകൊണ്ട് ആ പ്രതികരണം നടത്തിയിരിക്കുന്നു. ചോര കുടിക്കാൻ കാത്തുനിന്ന പുറത്തുള്ളവർക്ക് അതൊരു മറുപടിയാവുകയാണ്. കെ സുധാകരൻ കോൺഗ്രസിൽ തുടരും എന്ന വലിയ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തേക്ക് പോകാനില്ല എന്നുള്ളതാണ് കെ സുധാകരന്റെ തീരുമാനം. സീറ്റില്ല എന്ന തീരുമാനം വരുമ്പോഴും, സീറ്റില്ലെങ്കിലും താൻ പാർട്ടിക്കൊപ്പം വിധേയൻ എന്നുള്ള പ്രതികരണം നടത്തി സുധാകരൻ എയർപോർട്ടിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.